moves out there. So, are you ready? Wait. Looks, that rhymes, doesn't it? AI curious to AI serious. അത് ബേസിക് എൻ്റെ പാഷൻ എ ഐ എം മറ്റ് ഫ്യൂച്ചർ ടെക്കാണ് ലൈക്ക് ഇപ്പം മെറ്റാവേഴ്സ് ബിറ്റ് കോയിൻ ഈ ക്രിപ്റ്റോ കറൻസി ഇല്ലേ ബ്ലോക്ക് ചെയിൻ അതൊക്കെ എൻ്റെ പാഷനാണ് അടുത്ത എന്താ ടെക്നോളജി വരാൻ പോകുന്നത് അപ്പം ആ പാഷൻ വെച്ച് ഞാൻ ചുമ്മാ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ വീഡിയോസ് കാണും അപ്പം അതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ആകുന്ന ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിലും പറഞ്ഞു പഠിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ ഞാൻ അതും പഠിച്ച് അതെനിക്ക് നല്ല യൂസ്ഫുള്ളായി അറൗണ്ട് ദ വേൾഡ് എനിക്ക് ക്ലാസ്സസ് എടുക്കാൻ പറ്റി സോ യെസ് പിന്നെ റൗൾ എന്ന കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഈ AI മേഖലയിലുള്ള നേട്ടങ്ങൾ മാത്രമല്ല ഒരു കുട്ടി എന്ന നിലയിൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സ്കൂളിൽ അവൻ മറ്റു കുട്ടികൾക്കെല്ലാം മാതൃകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കഴിയുന്നത് കുറച്ച് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് 1-on-1 ആയിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചില സമയത്ത് ലൈവ് അതായിട്ട് അവർക്ക് വേണ്ടി ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇടും അപ്പോൾ അവിടെ നിന്ന് കുറേ പേര് വരും പിന്നെ ഞാൻ കോളേജസ് സ്കൂൾസ് അവിടെ പോയല്ലോ അവിടെ ഞാൻ പോയി ഈ തിരുവനന്തപുരം കോളേജ് കോഴിക്കോട് കോളേജ് അവിടെ പോയി ഞാൻ ക്ലാസ് എടുക്കുന്നു നല്ല കോമൺ ആൾക്കാർക്ക് നല്ല യൂസാണ് ബേസിക്കലി ഒരു ലോ ബോട്ട ഒരു ഫുൾ ലോസ് ഇതിനറിയാം ആർട്ടിക്കിൾസ് അറിയാം ഓരോ എല്ലാ ലോസ് അറിയാം ChatGPT അല്ല ChatGPT പോലത്തെ സാധനം ഉണ്ടാക്കിയത് ബിക്കോസ് ഇത് കുറച്ചുകൂടെ സെക്യൂറാണ് ഏതോ ഒരു US കമ്പനിയിലല്ല ഈ ഡേറ്റ നമ്മൾ ഇടുമ്പോൾ വരുന്നത് ഇത് ആക്ച്വലി കുറച്ചുകൂടെ സെക്യൂറാണ് ഞാനിരുന്ന് ഉണ്ടാക്കിയ ഒരു ബോട്ടാണ് ഫ്യൂച്ചറിൽ ബേസിക്കലി എനിക്ക് ഈ വേൾഡ് ബെറ്റർ ആക്കണം എന്ന എൻ്റെ ഒരു എയിം ബിക്കോസ് കുഞ്ഞുകളിൽ കുറേ കറപ്ഷനും കുറേ തെറ്റുകാലുകൾ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പോകുന്നുണ്ട് എന്തെല്ലാം ഒരു കുഞ്ഞ് ചേഞ്ച് പറ്റാൻ ദാറ്റ്സ് ഓൾ ഐ വോണ്ട് ടു ഡു നമസ്കാരം മറുനാടൻ എന്ന് ഒരു കൊച്ചു മിടുക്കനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരു 10ാം ക്ലാസ്സുകാരനാണ് ആ 10ാം ക്ലാസ്സുകാരൻ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുകയാണ് ഈ പഠനത്തിനിടയിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും കമ്പനീസിനുമൊക്കെ ക്ലാസ് എടുത്ത് അവൻ ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ് ആ കൊച്ചുമിടുക്കനാണ് എൻ്റെ കൂടെ ഉള്ളത് രാഹുൽ ജോൺ അജു നമസ്കാരം എന്താണ് ഈ ഒരു കൊച്ചു കേരളത്തിലെ ഈ കൊച്ചു ഒരു സർക്കാർ വിദ്യാലയത്തിൽ നിന്നും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അത് അമേരിക്ക UK പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിനും കമ്പനീസിനും ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത് ആണോ യെസ് സ്റ്റുഡൻസ് മാത്രമല്ല കമ്പനീസും അവിടെ ഒരു AI കൺസൾട്ടൻറ്റും കൂടെയാണ് സോ അത് ബേസിക് എൻ്റെ പാഷൻ AI എം മറ്റ് ഫ്യൂച്ചർ ടെക്കാണ് ലൈക്ക് ഇപ്പം മെറ്റാവേഴ്സ് ബിറ്റ് കോയിൻ ഈ ക്രിപ്റ്റോ കറൻസി ഇല്ലേ ബ്ലോക്ക് ചെയിൻ അതൊക്കെ എൻ്റെ പാഷനാണ് അടുത്ത എന്താ ടെക്നോളജി വരാൻ പോകുന്നത് അപ്പം ആ പാഷൻ വെച്ച് ഞാൻ ചുമ്മാ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ വീഡിയോസ് കാണും അപ്പം അതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഓരോ സ്ഥലത്തു നിന്ന് വീഡിയോസ് കണ്ട് എല്ലാം കൂടെ ഇട്ടൊരു അതാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു അത് ഒരു അധ്യാപകന് വേണ്ട ഏറ്റവും വലിയ ഗുണം അതാണ് പല കാര്യങ്ങളും നമ്മൾ പലത്തുനിന്നും കണ്ടെത്തിയിട്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക അത് തന്നെ യെസ് ഈ എങ്ങനെയാണ് അവരോടൊക്കെ ഈ ലാംഗ്വേജ് അത് എങ്ങനെയാണ് പഠിച്ചെടുത്തത് I learned English because of my stepmother and I think it has been around 4 years since I know English and English എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡാണ് സോ എൻ്റെ സെക്കൻഡ് മദർ എന്നെ പറഞ്ഞു തന്നെ സോ അത് വെച്ചിട്ട് ഞാൻ പതുക്കെ അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു ഇവിടെ നിന്നും കുറേ കേട്ട് പഠിച്ചു പറഞ്ഞ് ഇംഗ്ലീഷ് ആകുന്ന ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിലും പറഞ്ഞു പഠിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ ഞാൻ അതും പഠിച്ച് അതെനിക്ക് നല്ല യൂസ്ഫുള്ളായി അറൗണ്ട് ദ വേൾഡ് എനിക്ക് ക്ലാസ്സസ് എടുക്കാൻ പറ്റി സോ യെസ് എനിക്ക് തോന്നുന്നു ഈ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത്ര ഒരു ഫ്ലുവൻറ്റ് കിട്ടത്തില്ല ഒരു ഫ്ലുവൻസി ആ ഒരു ഇംഗ്ലീഷ് കിട്ടത്തില്ല അല്ലേ യെസ് അങ്ങനെ പറയാം ബട്ട് ആർക്ക് വേണമെങ്കിലും ഇംഗ്ലീഷ് പറയാം ജസ്റ്റ് ടോക്ക് ഇൻ ഇംഗ്ലീഷ് മോസ്റ്റ് ഓഫ് ദ ടൈം ആൻഡ് യു വിൽ ലേൺ എനി ലാംഗ്വേജ് ഇപ്പോൾ സ്പാനിഷ് പഠിക്കണമെങ്കിൽ ടോക്ക് ഇൻ സ്പാനിഷ് ഫ്രഞ്ച് പഠിക്കണമെങ്കിൽ ടോക്ക് ഇൻ ഫ്രഞ്ച് ഇതിനിടയ്ക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യം വിട്ടുപോയി മിടുക്കൻ പഠിക്കുന്നത് ഒരു സർക്കാർ സ്കൂളിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് HSS നോർത്ത് ഇടപ്പള്ളിയിലാണ് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ് ഈ സ്കൂളിൽ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഈ അമേരിക്കയിലുള്ള കുട്ടികൾക്കും UK കുട്ടികൾക്കും ഒക്കെ ക്ലാസ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആക്ച്വലി എപ്പോഴും അവരെന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലൈക്ക് ഓൾ ദ ടൈം സോ അതിൻ്റെ ഒരു അതായിട്ട് ലൈക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴും അവരെന്നെ ദേ കെപ്റ്റ് ഓൺ സപ്പോർട്ടിങ് ആൻഡ് ഓരോ കാര്യത്തിൽ അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി സോയാ GVHSS നോർത്ത് ഇടപ്പള്ളിയുടെ HM ബിന്ദു കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട് മാഡം എന്താണ് രാഹുലിനെ പറ്റി പറയാനുള്ളത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്
റൗൾ ജോൺ അജു എന്ന വിദ്യാർത്ഥി. ഞങ്ങളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ്. ഞങ്ങൾക്ക് സ്കൂളിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നേടിക്കൊണ്ടിരിക്കുന്ന ഓരോ നേട്ടങ്ങളുടെയും കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളതാണ്, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ ഒരു സമ്മാനമാണ്. ഇതുപോലെ ഓരോ ദിവസങ്ങളിലും വിവിധ മേഖലകളിൽ നിന്ന് അവന് സമ്മാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ സ്കൂൾ മൊത്തത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് അസംബ്ലിയിൽ എല്ലാ ദിവസവും പ്രസൻറ്റേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ റൗൾ എന്ന കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഈ AI മേഖലയിലുള്ള നേട്ടങ്ങൾ മാത്രമല്ല, ഒരു കുട്ടി എന്ന നിലയിൽ, വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സ്കൂളിൽ അവൻ മറ്റു കുട്ടികൾക്കെല്ലാം മാതൃകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കഴിയുന്നത്. ഇത്രയും ഒരു സ്റ്റാർഡം അവസ്ഥയിൽ ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ക്ലാസ്സിലെത്തുമ്പോൾ എല്ലാ കുട്ടികളെയും പോലെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അതേ നിലവാരത്തിൽ തന്നെ അവന് പോകാൻ കഴിയുന്നുണ്ട്. പഠനത്തിലാണെങ്കിലും മറ്റു കുട്ടികളെ സഹായിക്കുന്നു. എല്ലാ തരത്തിലും നല്ലൊരു കുട്ടിയാണ്. മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പേ അവളുടെ കഴിവുകൾ അറിഞ്ഞിരുന്നു. നമുക്കൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു കൊറോണ സമയത്ത് ഇവനിങ്ങനെ സ്കൂളിൽ വരുന്നുണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്ത് തന്നെ അവൻ്റെ അപ്പയുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ മിക്കവാറും കമ്പ്യൂട്ടറിലാണ്, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണയുണ്ടായിരുന്നു. സ്കൂൾ തുറന്നു വന്നപ്പോൾ ആണ് നമുക്കതിന് വ്യക്തമായിട്ടൊരു തെളിവുകൾ ലഭിച്ചു തുടങ്ങിയത്. പിന്നെ അവൻ്റെ ഉയർച്ച തന്നെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഒരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള ഈ സ്കൂളുകളുടെയൊക്കെ ഒരു ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെ ഇവിടുത്തെ പഠന നിലവാരമൊക്കെ എങ്ങനെയുണ്ട് മറ്റു കുട്ടികളൊക്കെ? പഠന നിലവാരം നമുക്ക് ഏതൊരു സർക്കാർ സ്കൂളിനെയും പോലെ കഴിഞ്ഞ തുടർച്ചയായിട്ട് 5 വർഷങ്ങളായിട്ട് എല്ലാ SLCക്ക് 100% വിജയമുണ്ട്. A+ ലഭിക്കുന്നുണ്ട്. വിവിധ സ്കോളർഷിപ്പുകൾ, MMS, LSS, USS സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുന്ന കുട്ടികളുണ്ട്. കുറച്ച് സ്വതന്ത്രമായ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒപ്പം നിൽക്കുന്ന ഒരു അധ്യാപക കൂട്ടായ്മയാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയം. കാരണം കുട്ടികളെ അതുപോലെ സപ്പോർട്ട് ചെയ്ത് അവരെ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് ഇവിടെയുണ്ട്. എന്തായാലും റാവുൽ ഈ സ്കൂളിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് എന്ന് തന്നെയാണ് HM പറയുന്നത്. റാവുലിൻ്റെ ക്ലാസ് ടീച്ചർ ജീൻ കൂടി നമ്മളൊപ്പം ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്റ്റുഡൻറ്റിനെ പറ്റി, എന്തൊക്കെയാണ് പറയാനുള്ളത്? രാഹുൽ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്. എന്ത് വർക്കും ആക്ടിവിറ്റീസ് കൊടുത്താലും ചെയ്യും. റോൾ പ്ലേ ഒക്കെ നന്നായിട്ട് ചെയ്യും. എന്ത് വർക്ക് കൊടുത്താലും അതപ്പം തന്നെ രാഹുൽ റെഡിയാക്കി തരും. നല്ല കുട്ടിയാണ്. മറ്റുള്ളവരൊക്കെ എന്താണ് പറയുന്നത്? രാഹുലിനെ എല്ലാവർക്കും ഭയങ്കര ഇപ്പം ഫേമസ് അല്ലേ, ഇപ്പോൾ എല്ലാവർക്കും രാഹുലിനെ ഇഷ്ടമാണ്. മറ്റു സ്കൂളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോഴും അവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. 10ാം ക്ലാസ്സിലാണെന്ന് പറയില്ല. ആ സൈസിലല്ലല്ലോ കാര്യം. ആളൊരു ജീനിയസ് ആണ്. റാവുലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? റൗൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. 5ാം ക്ലാസ്സിൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ മുതലേ എനിക്കറിയാം നല്ലൊരു ഭാവിയുള്ളൊരു കുട്ടിയാണ്. പഠനത്തിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു 5ാം ക്ലാസ്? അന്നും നല്ല എന്ത് കാര്യം കൊടുത്തു കഴിഞ്ഞാലും നല്ല കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണ്. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് എന്ത് പ്രത്യേകതയാണ് അന്ന് തോന്നിയത്? റൗളിന് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്ത് കാര്യം കേട്ടാലും അതിനെപ്പറ്റി നന്നായിട്ട് അറിയാനുള്ള ഒരു ആകാംക്ഷയും അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവൻ്റെ ഈ വിജയത്തിന് പിന്നിലും. I know you're scared to learn about finance. You must be thinking that you're not a CFA, you're not a CA, you're not an... Everybody thinks PowerPoint is a waste of time, but no one will tell you how easy is. അപ്പം ആദ്യം എന്താണ് ചെയ്തത്? അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ AI പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസും ഒക്കെ കണ്ടു, അതൊക്കെ മനസ്സിലാക്കി. പിന്നെ എന്താണ് സംഭവിച്ചത്? സോ ബേസിക്കലി ഈയിടെ ഒക്കെ മുമ്പേ എനിക്ക് യൂട്യൂബ് നല്ല ഇഷ്ടമായിരുന്നു. ലൈക്ക് കുറേ നാൾ മുമ്പേ ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയതാണ്. ഇപ്പോഴും ഉണ്ട്. അപ്പം തുടങ്ങിയിട്ട് വീഡിയോ എഡിറ്റിംഗ് എനിക്ക് നല്ല ക്രേസായിരുന്നു. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെ ചെയ്യുന്ന അപ്പോഴത്തെ ടെക്നോളജി എൻ്റെ ഫുൾ ആൻഡ്രോയിഡ് മാറ്റിയിട്ട് iOS അങ്ങനെ ആക്കിയിട്ടുണ്ട്. മീൻസ് നോട്ട് ഫുള്ളി iOS, വേറൊരു ആൻഡ്രോയിഡ് വേർഷൻ അത്ര വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നോളജി, ഇപ്പോഴത്തെ കറണ്ട് ടെക്നോളജി അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഫുൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പറഞ്ഞായിരുന്നു വീഡിയോ എഡിറ്റിംഗ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറേ വീഡിയോസ് എഡിറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നേരം ഞാൻ വിചാരിച്ചു ഈ 2 മാസം അല്ലാതെ ലൈക്ക്
സ്പീഡപ്പ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ട്. അപ്പോൾ ആ വഴി വെച്ചാൽ ഞാൻ AI എന്നൊരു ഫയർ കട്ട് എന്നൊരു ടൂൾ കിട്ടി. അതിൻ്റെ 2 മാസത്തിൻ്റെ കാര്യം 2 ദിവസത്തിൽ സ്പീഡപ്പ് ചെയ്യും എൻ്റെ വീഡിയോ എഡിറ്റിംഗ്. അപ്പം ആ ഒരു അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ വർക്ക് ചെയ്ത ഫയർ കട്ട് എങ്ങനെയാണ് AI വെച്ചിട്ട്. AI എന്താ, അങ്ങനെ AIക്ക് പടങ്ങളുണ്ടാക്കാം, വീഡിയോസ് ഉണ്ടാക്കാം, പാട്ടുകളുണ്ടാക്കാം. എനിക്ക് പാട്ടുണ്ടാക്കാൻ അറിയാത്ത ഒരാൾക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ഇട്ടാൽ മതി, എനിക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് ഈ ഒരു ടോപ്പിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരും. സോ ആ ഒരു അത് വെച്ച് AI എൻ്റെ സത്യം പറഞ്ഞാൽ മൈൻഡ് ബ്ലോൺ ആക്കി. അപ്പം ഞാൻ അവൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി എൻ്റെ യൂട്യൂബിൽ. അതെൻ്റെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചു എവിടെ പോകാൻ പറ്റും. എൻ്റെ അപ്പം എപ്പോഴും ഫ്ലവേഴ്സ് ഉപയോഗിക്കുമായിരുന്നു ഒരു 2-3 months ആയിട്ട്. അപ്പോൾ വിചാരിച്ചു ഞാനും അവിടെ പോയിട്ട് ആൾക്കാരെ സംസാരിച്ചുമ്പോൾ വീഡിയോ ഇട്ട് അതാക്കാമല്ലോ. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ മലയാളികൾ ആരും ഇല്ലായിരുന്നു AIയുടെ ആ ഒരു റൂമായിട്ട്. അപ്പം ഞാൻ എന്താ കഴിഞ്ഞാൽ US അവിടെ എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ട്, എനിക്ക് അവിടുത്തെ റൂം പോയി ഇന്റർനാഷണലിലത്തെ കുറേ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റി. അവിടുന്ന് പിന്നെ കുറേ നാളെങ്കിലും സംസാരിച്ചു, 1-on-1 ആയിട്ട് കുറേ ക്ലാസ്സുകളെടുത്തു. എനിക്ക് അവിടെ നിന്ന് കുറേ നോളജ് കിട്ടി, കൊടുക്കാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പ്രിൻസിപ്പൾ അവിടുത്തെ സ്കൂളിൽ വിളിച്ചു. അങ്ങനെ പതുക്കെ അങ്ങനെയായി. എന്തായാലും ഈ കൊച്ചുമിടുക്കൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വീട്ടിൽ പോയിരുന്നത് സംസാരിക്കാം. അവിടെയാണ് ക്ലാസ് എടുക്കുന്ന ഒരു അടിപൊളി ഒരു സ്റ്റുഡിയോ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനിയിപ്പം രാഹുലിൻ്റെ സ്വന്തം വീട്ടിൽ പോയിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാ. നമ്മൾ രാഹുലിൻ്റെ ചേരാനല്ലൂരിലെ വീട്ടിലെത്തിയിരിക്കുകയാണ്. രാഹുലിൻ്റെ ആ സ്റ്റുഡിയോയ്ക്കുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. രാഹുൽ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഒക്കെ വീട്ടിൽ സെറ്റ് ചെയ്തു? ഇവിടെ ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഞാൻ ക്ലാസ്സസ് എടുക്കും, ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ റീൽസ് ഷൂട്ട് ചെയ്യും. ഒബ്വിയസ്ലി യൂട്യൂബ് വീഡിയോനൊക്കെ കുറേ സ്ഥലത്ത് ഞാൻ പോവും, പക്ഷെ കുറേ സ്ഥലം ഞാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്യും. പിന്നെ എൻ്റെ ക്ലാസ്സസ് AI കൺസൾട്ടൻ്റ് ആ കാര്യമൊക്കെ ഇവിടെ നിന്ന് തന്നെ ഈ ക്യാമറയില. പിന്നെ അങ്ങനെ ഓരോ കാര്യം ഞാനിപ്പോൾ അടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കാര്യവും എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും അതും ഇവിടെ ഇരുന്ന. പിന്നെ ഞാൻ ഉറങ്ങുന്നു, ചില സമയത്ത് അവിടെ ഉറങ്ങും, ചില സമയത്ത് താഴെ ഉറങ്ങും. സോ യെസ്, ഇവിടെ ഇരുന്ന് ഇതെല്ലാം. അപ്പോൾ ഒരു ദിവസം എത്ര സമയം ഇതിനു വേണ്ടി ജോലി ചെയ്യും? ഓവറോൾ ഇതെല്ലാം എഡിറ്റിങ്ങും അതെല്ലാത്തിന് സമയമായിട്ടില്ല, ബിക്കോസ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ലൈക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് മുതൽ കോഡിങ്. അപ്പം ചിലപ്പോൾ രാത്രി 1 മണി വരെ പോവാം. സോ ഓബിയസ്ലി പഠിത്തം കഴിഞ്ഞിട്ട് ഇത് ചെയ്യും. ഞാൻ ട്യൂഷനിലും പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയി പഠിക്കുന്നു, ഇവിടെ വന്ന് ഇത് ചെയ്യുന്നു, അതിനിടയ്ക്ക് പഠിക്കുന്നു. സോ എല്ലാം കൂടെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. എത്ര സമയം ഇപ്പോൾ ഉറങ്ങും? എനിക്ക് ഇന്നലെ എനിക്ക് തോന്നുന്നു അറൗണ്ട് 7 hours ആയിട്ട് ഒരു 6 hours ഒക്കെ ഉറങ്ങും. പക്ഷേ ഈ സാറ്റർഡേ സൺഡേ കുറച്ചുകൂടെ കുറയും, അല്ല കൂടും. ഞാൻ രാവിലെ വരെ ഞാൻ കിടന്നുറങ്ങും ഒരു 11 മണിയൊക്കെ 12 മണി വരെയൊക്കെ. ഇത്രയും ആ വീക്കെൻഡിൽ അതിന്റെ ക്ഷീണം എല്ലാം തീർക്കും? യെസ്, എല്ലാം ഞാൻ തീർക്കും. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ടാണോ ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയുള്ള ആളുകൾക്ക് ക്ലാസ് എടുക്കും? യെസ്, ഇതാണ് സ്ഥലം. ഇവിടെ ഇരുന്നാൽ ഞാൻ ഇവിടെ അതെടുക്കും, ഇവിടെ എല്ലാം വേണമെങ്കിൽ അവിടെ നോക്കും, ഇവിടെ നോക്കും, ഇവിടെ നിന്ന് ക്ലാസ് എടുക്കും. ഈ ക്യാമറ ഉണ്ട്, അപ്പം ഇവിടെ നിന്ന് എനിക്ക് ക്ലാസ്സുകൾ എടുക്കാം. സോ യെസ്, ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. ഒരു ദിവസം എത്ര പേർക്കാണ് ക്ലാസ് എടുക്കുക? സോ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം US-ലെ കുട്ടികൾക്ക് അതെന്ന് പറയുമ്പോൾ 2 weeks 2 വർഷം ഒരാഴ്ചയിൽ. പിന്നെ ഒരു ആക്ച്വലി ഓൾഡ് ഏജ് ആയിട്ടുള്ള സർക്ക് എടുക്കുന്നുണ്ട്, വിച്ച് ഈസ് റിയലി ആൾ നല്ലതാണ്. ലൈക്ക് എന്താ പറയുക, ആ അങ്കിൾ ബേസിക്കലി നല്ല ഓൾഡ് ഏജാണ്. അപ്പം ആ പാഷനുണ്ട്, AIക്ക് വേണ്ടി ഓരോ കാര്യം ചെയ്യും. പിന്നെ കുറച്ച് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് 1-on-1 ആയിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചില സമയത്ത് ഞാൻ ലൈവ് അതായിട്ട് അവർക്ക് വേണ്ടി ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇടും. അപ്പോൾ അവിടെ നിന്ന് കുറേ പേര് വരും. പിന്നെ ഞാൻ കോളേജ്, സ്കൂൾസ് അവിടെ പോലോ, അവിടെ ഞാൻ പോയി ഈ തിരുവനന്തപുരം കോളേജ്, കോഴിക്കോട് കോളേജ് അവിടെ പോയി ഞാൻ ക്ലാസ് എടുക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടും ഞാൻ ക്ലാസ് എടുക്കും. പിന്നെ ഇപ്പം ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഓരോ ഇപ്പം ഈ ഇന്റർനാഷണൽ ക്ലാസ്സുകൾ എടുക്കുമല്ലോ, AI പറ്റിയിട്ട് എന്താണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്? സോ AI-യുടെ ബേസിക്സ് മുതൽ AI-യുടെ അഡ്വാൻസ് മുതൽ ഇപ്പം AI കമ്പനീസ് ആണെങ്കിൽ അവർക്ക് വേണ്ടി ANN, മെഷീൻ ലേണിംഗ് അവിടെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം US-ൻ്റെ മറ്റേ കുട്ടികളാണെങ്കിൽ അവർക്ക് ബേസിക്സ്, ഓരോ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണം, എത്ര ലൈക്ക് AI ഡേറ്റ ഉണ്ട്, എങ്ങനെ സേഫാണ്. ചില സമയത്ത് കുറച്ച് അഡ്വാൻസും അല്ല ഇതുമല്ല, എൻ്റെ ഇടയിൽ AI എങ്ങനെ തിങ്ക് ചെയ്യുന്നത്, അങ്ങനെ ഓരോ കാര്യം.
ഇപ്പം എ കൺസൾട്ടൻ്റ് ആകുമ്പം ഓരോ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു, ആ പ്രസൻറ്റേഷൻ അത് AI-യുടെ കാര്യം അങ്ങനെ ഓരോ കാര്യം ചെയ്യുന്നു. സോ യെസ്, ഓരോ സ്ഥലത്ത് വേറെ വേറെ. ഇവിടെ വരുമ്പം മോസ്റ്റ്ലി AI ബേസിക്സാണ് പഠിപ്പിക്കുന്നത് ഓരോ സ്ഥലത്ത്. യെസ്. ഇവിടെ നാട്ടില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? സോ ഞാനൊരു റോബോട്ട് ഉണ്ടാക്കിയായിരുന്നു, മീബോട്ട്, വിച്ച് നല്ല പോപ്പുലറായി. അതുണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കോളേജ് സ്കൂളിൽ പോകുന്ന അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ ഓവറോൾ ഇങ്ങനെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനത്തെ ഓരോ കാര്യത്തിൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്യും. ആക്ടിങ്, ഫോക്ക് ഡാൻസ് മുമ്പ് ചെയ്യുമായിരുന്നു, മാരത്തോൺ ചെയ്യുമായിരുന്നു. സോ അതും നല്ല എനിക്ക് മുമ്പായിരുന്നു, ഇപ്പം അത്രയില്ല. പക്ഷേ അതും ഉണ്ടായിരുന്നു. ബട്ട് മോസ്റ്റ്ലി ഇവിടെ അംഗീകാരത്തിന് ആ മീബോട്ടും ഞാനിപ്പോൾ അടുത്തുണ്ടാക്കാൻ പോകുന്ന ന്യായസാത്തിയുടെ. എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? കുറേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഈയിടെ കിട്ടിയത് FBI-യുടെ അവിടെ നിന്ന് കിട്ടിയായിരുന്നു. പിന്നെ ഗൂഗിളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയായിരുന്നു. ഓൺലൈൻ തന്നെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അവിടെ നിന്ന് സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് AI enthusiast, AI champ, അങ്ങനെ കുറേ സ്ഥലത്തും ഇൻഫ്ലുവൻസർ അവാർഡ് ഇപ്പോൾ 2 എനിക്ക് കിട്ടാൻ പോകുന്നുണ്ട്. സോ യെസ്. ഈ ഇൻഫ്ലുവൻസറാണ്, ഓരോ സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കിട്ടുന്ന പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? സോ അവിടെ പോകുമ്പം എല്ലാവർക്കും എൻ്റെ ക്ലാസ്സസ് മിക്കതും ഇഷ്ടമാവും. ബിക്കോസ് ഞാൻ അവരുടെ കൂടെ സംസാരിച്ച് കളിക്കുന്നത്, മീൻസ് ക്ലാസ് എടുക്കുന്നത്. സോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ 4 വീഡിയോസ് ഉണ്ട്, ഇന്നത്തെ ഏതാ വീഡിയോ AI ഉണ്ടാക്കാത്ത? അവർ തെറ്റായിരിക്കും. ഞാൻ പറയും അതല്ല, ഇതാ AI ഉണ്ടാക്കിയത്. അപ്പോൾ അവർ ഷോക്ക്ഡ് ആവും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന് അവരുടെ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രസൻറ്റേഷൻ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഓവറോൾ നല്ല ഇൻട്രസ്റ്റ് കാണും. പക്ഷേ ഐ എം നോട്ട് ദ പേഴ്സൺ ടു ആസ്ക് എൻ്റെ ക്ലാസ് നല്ലതാണോ അല്ലയോ, അവരാണ്. ബട്ട് ഐ ഫീൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ചെയ്യാം. ആദ്യമായിട്ട് ഒരു AI ചെയ്തത് എന്തായാലും? ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് തന്നെ AI-യുടെ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി. AI ടൂൾസ് നോക്കി. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം AI സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും മികച്ച ബെറ്റർ എന്ന് തോന്നിയത് ഏതാണ്? ബെറ്റർ എന്ന് തോന്നിയ ഏറ്റവും ഐ തിങ്ക് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ന്യായ സേവക് അല്ലെങ്കിൽ ന്യായ സാത്തി. ബിക്കോസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു അത്ര ആൾക്കാർക്ക്, നല്ല കോമൺ ആൾക്കാർക്ക് നല്ല യൂസ് ആവും. ബേസിക്കലി ഒരു ലോ ബോട്ട, ഒരു ഫുൾ ലോസ് ഇതിനറിയാം, ആർട്ടിക്കിൾസ് അറിയാം, എല്ലാ ലോസ് അറിയാം. അപ്പം ChatGPT അല്ല, ChatGPT പോലത്തെ സാധനം ഉണ്ടാക്കിയത്. ബിക്കോസ് ഇത് കുറച്ചുകൂടെ സെക്യൂറാണ്. ഏതോ ഒരു US കമ്പനിയിലല്ല ഈ ഡേറ്റ നമ്മൾ ഇടുമ്പോൾ വരുന്നത്. ഇത് ആക്ച്വലി കുറച്ചുകൂടെ സെക്യൂറാണ്. ഞാനിരുന്ന് ഉണ്ടാക്കിയ ഒരു ബോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോയി സംസാരിക്കാം. നമ്മുടെ സിറ്റുവേഷൻ, ഞാൻ ഇപ്പം കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു, എന്താ ചെയ്യണ്ടേ? അക്കോർഡിംഗ് ടു ലോസ് പറയും, ഇങ്ങനെ ചെയ്യാം, ഇത് ചെയ്യാം, യു ക്യാൻ ഡു ദിസ് വിത്ത് ദിസ് സെക്ഷൻ, ദിസ് ആർട്ടിക്കിൾ 31 BNS മീൻസ് IPC മാറില്ല. അപ്പോൾ ഇത് അതിലും അപ്ഡേറ്റ്. ഫസ്റ്റ് ലോ ബോട്ട് ഇൻ ഇന്ത്യ വിത്ത് അപ്ഡേറ്റഡ് BNS അത് വെച്ച് ഉള്ള IPC അല്ല. സോ അങ്ങനെ ഒരു കാര്യം ഇതുണ്ട്. ഫസ്റ്റ് ബോട്ടാണ്. യെസ്, BNS ബോട്ട്. അപ്പം ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിലെ പ്ലാനുകൾ? ഫ്യൂച്ചറിൽ ബേസിക്കലി എനിക്ക് ഈ വേൾഡ് ബെറ്റർ ആക്കണം എന്ന് എൻ്റെ ഒരു എയിം. ബിക്കോസ് കുഞ്ഞിന് പോലെ കുറേ കറപ്ഷനും കുറേ തെറ്റുകാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പോകുന്ന മുമ്പേ എന്തെല്ലാം ഒരു കുഞ്ഞ് ചേഞ്ച് പറ്റാൻ, ദാറ്റ്സ് ഓൾ ഐ വോണ്ട് ടു ഡു. ഒരാളെ കൊണ്ട് പറ്റും എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇഫ് ദ വിൽ ഇസ് ദർ ദ വേ ഇസ് ദർ. അതേ പറ, കുഞ്ഞാണെങ്കിൽ കുഞ്ഞ് ചേഞ്ച്. ഇപ്പം ഇത്ര ചെയ്തതിനകത്ത് ഐ തിങ്ക് എനിക്ക് കുറച്ചൊരു 0.0001% ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. കുറഞ്ഞൊരു ഡിഫറൻസ്. ഐ തിങ്ക് ഐ വോണ്ട് ടു ഒരു 0.001. ഇനി ഇത് വെച്ചിട്ട് 1% കൂടി. അങ്ങനെയായിട്ട് കുഞ്ഞായിട്ട് സ്റ്റെപ്സ് എടുത്ത് ചെയ്യാൻ എൻ്റെ ആഗ്രഹം. ഫാമിലി സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്? നല്ല സപ്പോർട്ടുണ്ട്. മൈ ഫാദർ സ്പെഷ്യലി ഒരു നല്ല സപ്പോർട്ടുണ്ട്. ഓരോ കാര്യം ചെയ്യാനും ഓരോ സ്ഥലത്ത് പോകാനും എന്നെ വിടാനും. ഈ AI-യുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ അടുത്ത് കുറേ കാര്യം പറയും. പപ്പയ്ക്ക് ടെക് ആസ്പെക്റ്റിൽ കുറച്ചറിയാം, ആ സമയത്തെ കോഡിങ്ങിൻ്റെ അതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്ത് തരും. എൻ്റെ അമ്മയും കുറേ സപ്പോർട്ടുണ്ട്. എൻ്റെ ലാപ്ടോപ്പ് വാങ്ങിച്ച അമ്മയാണ്, എൻ്റെ PC വാങ്ങിച്ചതെന്ന് എൻ്റെ അപ്പയാണ്. ആക്ച്വലി ഫുൾ സ്റ്റുഡിയോ ഞാനും എൻ്റെ ഫ്രണ്ട് ബീരാൻ ഫുൾ പെയിൻ്റ് അടിച്ചത്. അവൻ്റെ അച്ഛനാവുന്ന ഇലക്ട്രിക്കൽ അതൊക്കെ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തേ. ഓൺ ദി അതർ ഹാൻഡ് എൻ്റെ വേറെ ഫ്രണ്ട് ഹാരി, അവനെ ഇപ്പം എൻ്റെ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അവനെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ വീഡിയോസിലാവും വരും. അപ്പം ഫ്രണ്ട്സും നല്ല സപ്പോർട്ടീവാണ്, പേരൻസും സപ്പോർട്ടീവാണ്. ആൻഡ് മുമ്പേ പറഞ്ഞ പോലെ സ്കൂളിലും എല്ലാവരും സപ്പോർട്ടീവാണ്. യെസ്, ഐ എം റിയലി ലൈക്ക് വേറൊരാൾക്ക് കിട്ടാത്ത ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്.
എന്തായാലും ഈ ക്ലാസ് എടുക്കുന്ന മാസം എങ്ങനെ പോയാലും ഒരു 1 lakhന് മേളിൽ ഏൺ ചെയ്യുന്നുണ്ട്. ഈ പണമൊക്കെ എന്താണ് ചെയ്യുന്നത്? സോ മോസ്റ്റ്ലി ഇപ്പോൾ സേവ് ചെയ്യും, അങ്ങനെയായിട്ട് പോകുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ഡെവലപ്മെൻറ്റ്സ് ചെയ്യുമ്പം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതിന് വേണ്ടി. സോ അങ്ങനെയായിട്ട് പോകുന്നു. യെസ്. പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ? മറ്റെന്തെങ്കിലും ആയിട്ട് ഇത്രേ ഉള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ വേണം നോക്കാം. രാഹുൽ ദ റോക്ക് സ്റ്റാർ, RAULTHE ROCKSTER. എല്ലാവരും RAHU എന്നാണ് വിചാരിക്കുന്നത്, രാഹുൽ. സോ രാഹുൽ RAU. ഞാനും ആദ്യം ഇത് സെർച്ച് ചെയ്ത സമയത്ത് രാഹുൽ എന്ന് പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്തത്. പിന്നെ ഞാൻ കൂടുതൽ തപ്പി പോയപ്പോഴാണ് രാഹുൽ എന്ന് ഞാൻ കണ്ടെത്തിയത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം എനിക്കറിയത്തില്ല, എൻ്റെ ഓരോ റീൽസിന് 1 million വരെ എത്താറുണ്ട്, 1 million വ്യൂസ്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഓരോ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ RAHUL എന്നാണ് സെർച്ച് ചെയ്തത്, രാഹുൽ ദ റോക്ക് സ്റ്റാർ. അപ്പം ഞാനും വിചാരിക്കും ഇങ്ങനെ ഈ ആൾക്കാരെല്ലാവരും എന്നെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ. പക്ഷെ എൻ്റെ അപ്പയ്ക്ക് ഞാൻ ഒരു ഫുട്ബോളറുടെ പേര് വെച്ചിട്ട് എനിക്ക് തന്നെ, രാഹുൽ ഗോൺസാലസ്. സോ അങ്ങനെ ഈ പേര് വന്നേ. ഇപ്പം പുതിയ ഈ ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? പുതിയ ആൾക്കാർക്ക് ഫോളോ യുവർ പാഷൻ. പൈസയുടെ പുറയിൽ ഡോണ്ട് ഫോളോ. ബിക്കോസ് ഞാൻ പൈസയുടെ പുറയിൽ ഫോളോ ചെയ്തിട്ടല്ല എനിക്കിതെല്ലാം കിട്ടിയോ. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. ഐ സ്റ്റിൽ ഡു ഇറ്റ് ഫോർ ദ ഫൺ ആൻഡ് ദി ഇൻട്രസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഇസ് വൈ എനിക്കിതെല്ലാം ഐ എം ദിസ് ലക്കി. ചെയ്യാം. എന്തായാലും വളരെ ലക്കീസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, ഒരു കൊച്ചു. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞാണ്, നമുക്കിങ്ങനെ എടുത്ത് തോളയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവന്റെ തലയിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും രാഹുൽ എത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും മറുനാടൻ ആഗ്രഹിക്കുന്നതും. കാരണം ഇതുപോലെ ഒരുപാട് പേർ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ നാടിന് അഭിമാനകരമാകുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തി നമ്മുടെ നാടിന്റെ യശസ് ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഇവിടെ വന്നതിനും ഇത് ഇന്റർവ്യൂ എടുത്തതിനും. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം R. പീയൂഷ്, മറുനാടൻ TV.